ഹായ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ടെക്നിക്കൽ PSC ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സഞ്ജി. ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്ന ഒരു സംശയമാണ്, പോലീസ് ഡ്രൈവറിന്റെ നോട്ടിഫിക്കേഷൻ എന്നത്തേക്ക് ഉണ്ടാവും? അപ്പം അതിനൊരു ആൻസർ PSC പറഞ്ഞിരിക്കുകയാണ്. അതായത് ഈ മാസം അവസാനത്തോടു കൂടി പോലീസ് ഡ്രൈവർ ഉൾപ്പെടെ 16 തസ്തികകളിലേക്ക് നോട്ടിഫിക്കേഷൻ വരാനിരിക്കുകയാണ്. അപ്പോൾ ഈ മാസം അവസാനം എന്ത് ചെയ്യുന്നു? നമ്മുടെ പോലീസ് ഡ്രൈവറിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നു. അപ്പോൾ പോലീസ് ഡ്രൈവർ എന്ന് പറയുന്ന നോട്ടിഫിക്കേഷന്റെ പ്രത്യേകത എന്ത്? അതേപോലെ എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും ഒരു സംശയമാണ്, ഈ പ്രാവശ്യത്തെ പോലീസ് ഡ്രൈവർ നോട്ടിഫിക്കേഷന്റെ ഏജ് ലിമിറ്റ് എത്രത്തോളമായിരിക്കും? കാരണം ഏജ് ലിമിറ്റ് ഉയർത്തിയ സാഹചര്യത്തിൽ ഈ വർഷം വിളിക്കാനിരിക്കുന്ന പോലീസ് ഡ്രൈവറിന്റെ ഏജ് ലിമിറ്റിനെ അത് ബാധിക്കുമോ? അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ഉദ്യോഗാർത്ഥികൾക്കുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ലേണിംഗ് ആപ്പ്, നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ വഴിയും ആപ്പ് സ്റ്റോർ വഴിയും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ആ പ്ലേ സ്റ്റോറിൽ കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് കാണാം. ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതുവഴി നിങ്ങൾക്ക് മോക്ക് ക്ലാസ്സുകൾ, മോക്ക് ടെസ്റ്റുകൾ, ഡെയിലി കറണ്ട് അഫേഴ്സുകളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ ഇത്തരത്തിൽ ഫ്രീ കണ്ടന്റിന് വേണ്ടിയിട്ട് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. നമ്മുടെ പോസ്റ്റിന്റെ നെയിം നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ്? പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അല്ലെങ്കിൽ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്നതാണ് നമ്മുടെ പോസ്റ്റിന്റെ നെയിം. സാധാരണഗതിയിൽ എല്ലാ വർഷവുമാണ് പോലീസ് ഡ്രൈവർ എക്സാമുകളും നടത്തുന്നത്, അല്ലെ? ഡിപ്പാർട്ട്മെന്റ് കേരള പോലീസിലേക്കാണ്. പോസ്റ്റിന്റെ നെയിം പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അല്ലെങ്കിൽ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്നാണ്. സാലറി സ്കെയിൽ നോക്കിക്കൊള്ളുക, 31,000 മുതൽ 66,000 വരെ, അല്ലെ? അത്യാവശ്യം നല്ല ഒരു സാലറി സ്കെയിൽ ലഭിക്കുന്ന ഒരു പോസ്റ്റാണ്. അതേപോലെ നമ്പർ ഓഫ് വേക്കൻസി ആന്റിസിപ്പേറ്റഡ് ആണ്, അല്ലെ? എന്താണ് മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത്? എന്താണ്? ഇവിടെ നോക്കിയുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക, സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. സാധാരണ പോലീസ് എക്സാമുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ CPO പോലുള്ള എക്സാം ആണെങ്കിൽ ബറ്റാലിയൻ വൈസ് ആണ്, പക്ഷെ WCPO സ്റ്റേറ്റ് വൈഡ് ആണ്. അതേപോലെ പോലീസ് ഡ്രൈവർ എക്സാമും എന്താണ്? സ്റ്റേറ്റ് വൈഡ് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട എക്സാം ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ? സ്റ്റേറ്റ് വൈഡ് നടക്കുന്ന ഒരു എക്സാം ആണ്. ഇനി അതേപോലെ തന്നെ അതിന്റെ ക്വാളിഫിക്കേഷനിലേക്ക് വരുമ്പോൾ നോക്കിക്കോളൂ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്ലസ് ടു പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാം. +2 മാത്രം മതിയോ? അല്ല, അവർക്ക് എന്ത് വേണം? ഒരു ഡ്രൈവിംഗ് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് എന്ത് വേണം? മസ്റ്റ് പ്രോസസ് കറന്റ് വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഓഫ് മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ്, ഹെവി പാസഞ്ചർ വെഹിക്കിൾസ് ആൻഡ് ഹെവി ഗുഡ്സ് വെഹിക്കിൾ വിത്ത് ഡ്രൈവേഴ്സ് ബാഡ്ജ്. ഈ പറയുന്ന ടെക്നിക്കൽ ക്വാളിഫിക്കേഷനും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള +2ഉം ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ്, അല്ലെ? ഈ പറയുന്ന നമ്മുടെ ലൈറ്റ് മോട്ടോർ വെഹിക്കിളോ അല്ലെങ്കിൽ ഹെവി പാസഞ്ചർ വെഹിക്കിളോ അല്ലെങ്കിൽ ഹെവി ഗുഡ്സ് വെഹിക്കിൾ വിത്ത് ഡ്രൈവേഴ്സ് ബാഡ്ജ് ഉള്ളവർക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഈ പറയുന്ന CPO ഡ്രൈവർ എന്ന് പറയുന്ന എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ നോക്കിക്കൊള്ളുക, ഈ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ വരുന്ന കൊണ്ട് തന്നെ ഒരു പറ്റം ഉദ്യോഗാർത്ഥികൾക്ക് ഈ പറയുന്ന എക്സാമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. കാരണം ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ബാക്കി യൂണിഫോം പോസ്റ്റുകളെ സംബന്ധിച്ച് കമ്പാരിറ്റീവ്ലി ഈ പറയുന്ന ബാക്കി യൂണിഫോം പോസ്റ്റുകളെ കമ്പയർ ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ഈ CPO ഡ്രൈവർ എക്സാമുകൾക്ക് കോമ്പറ്റീഷൻ എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പം അത് വളരെ മികച്ച ഒരു അവസരമാണ്. കാരണം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന ഒരു എക്സാം അല്ല. ഈ 2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, സാധാരണ ഒരു CPO എക്സാം +2 ക്വാളിഫിക്കേഷൻ ഉള്ള എല്ലാവരും അപ്ലൈ ചെയ്യും. പക്ഷേ ഇതിന് +2 ക്വാളിഫിക്കേഷൻ മാത്രം പോരാ, കൂടെ എന്തുകൂടെ വേണം? നമ്മുടെ ഈ പറയുന്ന ടെക്നിക്കൽ ക്വാളിഫിക്കേഷനും കൂടെ വേണമെന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ നമ്മുടെ PSCയുടെ പ്രായപരിധി ഉയർത്തിയിട്ടുണ്ടായിരുന്നു, അല്ലെ? അപ്പൊ ഈ പ്രാവശ്യം വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷൻ പ്രകാരവും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ പ്രായപരിധി ഉയർത്തുന്നുണ്ട്, അല്ലെ? അപ്പോൾ സാധാരണഗതിയിൽ 20 മുതൽ 28 വയസ്സ് വരെയുള്ള ജനറൽ കാറ്റഗറിക്ക് 28 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ പറയുന്ന പോലീസ് ഡ്രൈവർ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്, അല്ലെ? PSCയുടെ പ്രായപരിധി ഉയർത്തിയത് തീർച്ചയായിട്ടും നമ്മുടെ എക്സാമിനെയും ബാധിക്കുന്നുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യും? 31 വയസ്സ് വരെ, 20 മുതൽ 31 വയസ്സ് വരെ എന്ത് ചെയ്യാം? ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പൊ നോക്കിക്കൊള്ളുക, വളരെ മികച്ച ഒരു അവസരമാണ് വരാനായിട്ടിരിക്കുന്നത്, അല്ലെ? ആ അവസരം വളരെ കൃത്യമായിട്ട് വിനിയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും നേടാം ഒരു യൂണിഫോം ജോലി, അല്ലെ?
അപ്പോൾ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ലിസ്റ്റ് പ്രകാരം എത്രത്തോളം നിയമനങ്ങൾ നടന്നു എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക അല്ലെ. ഈ പറയുന്ന കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ പോലീസ് ഡ്രൈവർ അല്ലെങ്കിൽ വുമൺ പോലീസ് ഡ്രൈവർ പ്രകാരം കഴിഞ്ഞ പ്രാവശ്യം അഡ്വൈസ്ഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 197 അല്ലെ. 197 ഉദ്യോഗാർത്ഥികളാണ് സ്റ്റേറ്റ് വൈഡില് കഴിഞ്ഞ പ്രാവശ്യം എന്ത് ലഭിച്ചത്, അഡ്വൈസ് ലഭിച്ചത്. അത്യാവശ്യം നല്ലൊരു വേക്കൻസി കയറുന്ന ഒരു പോസ്റ്റും കൂടെയാണ്. അല്ല, അവിടെ എടുത്ത് പറയുന്നുണ്ട് ഇവിടെ ഓപ്പൺ കാറ്റഗറിയിൽ 185 വരെ അല്ലെ. SC ST ആണെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് 8ാമത്തെ നമ്പർ വരെ ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുണ്ട് അല്ലെ. OBC 185ാമത്തെ റാങ്ക് വരെ പോയിട്ടുണ്ട് അല്ലെ. അതേപോലെ തന്നെ ഇത് നോക്കിക്കൊള്ളുക, എന്താണ് EWS 218 വരെ EWS എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പോൾ വളരെ മികച്ച ഒരു അവസരമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അത്യാവശ്യം കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന, സാധാരണഗതിയിൽ മറ്റുള്ളവർ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കുറഞ്ഞ ഒരു എക്സാമാണ് പോലീസ് ഡ്രൈവർ എന്ന് പറയുന്നത്. വളരെ കൃത്യമായിട്ടുള്ള ഒരു പഠന രീതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു എക്സാമാണ് പോലീസ് ഡ്രൈവർ. അപ്പോൾ നമ്മുടെ ഈ പോലീസ് ഡ്രൈവറിന്റെ സിലബസിലേക്ക് കടക്കുമ്പോൾ അല്ലെ, നിങ്ങളത് ആദ്യം ഒരു എക്സാമിനെ സംബന്ധിച്ച് നമ്മൾ ആദ്യം സിലബസ് ആണ് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്. കണ്ടോ, ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിലബസ് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട 30 മാർക്കിന് ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. 20 മാർക്ക് എന്ന് പറയുന്നത് CPയുടെ സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് അല്ലെ. നമ്മുടെ മാറ്റം വന്ന BNSഉം BNSSഉം അല്ലെ, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത അല്ലെ, അതേപോലെ തന്നെ പോക്സോ, NDPC അല്ലെ, അതേപോലെ എന്താണ് IT ആക്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന 20 മാർക്കിന് വരുന്നുണ്ട്. ഏകദേശം 50 മാർക്ക് അത്രയും വരുന്നുണ്ട്. പിന്നീട് 10 മാർക്ക് നിങ്ങൾക്ക് മാത്സ്, 10 മാർക്ക് കറണ്ട് അഫയേഴ്സ്. അപ്പൊ തന്നെ ഏകദേശം എത്രയായിട്ടുണ്ട്, 50, 60, 70 മാർക്ക്. പിന്നീട് 10 മാർക്ക് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ എക്കണോമിക്സും കൂടെ 10 മാർക്ക്. അപ്പൊ ഏകദേശം 80 മാർക്കും ബാക്കി നിങ്ങൾക്ക് വരുന്ന GK സെക്ഷനുമാണ്. കണ്ടോ, നിങ്ങൾ സിലബസ് നോക്കുകയാണെങ്കിൽ വളരെ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. ഇപ്പൊ നിങ്ങൾ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി. ജോഗ്രഫി അത് തന്നെ, കേരള ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി. അങ്ങനെ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. നമ്മളൊരു എക്സാമിനെ മുന്നിൽ കാണുമ്പോൾ അതിൻ്റെ ഏരിയാസിനെ ഫോക്കസ് ചെയ്താണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഏത് ഏരിയ ആണോ ഫോക്കസ് ചെയ്യേണ്ടത് അതിനെ ബേസ് ചെയ്താണ് നിങ്ങൾ പഠിക്കേണ്ടത്. കണ്ടോ, അപ്പൊ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൂടുതലുള്ള ഏരിയാസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചിട്ട് വേണം അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് അല്ലേ. നിങ്ങൾ സാധാരണഗതിയിൽ ഒരു റാങ്ക് ഫയൽ തുറന്നു വെച്ച് പഠിക്കാമെന്ന് പറഞ്ഞിരിക്കും. റാങ്ക് ഫയൽ തുറന്നു വെച്ച് നിങ്ങൾ ആദ്യം പഠിക്കുന്ന ഹിസ്റ്ററി ആയിരിക്കും. ഹിസ്റ്ററിക്ക് ആകെ 4 മാർക്ക് നിങ്ങൾക്ക് അവിടെ നിന്ന് വരുന്നുള്ളൂ. ആ 4 മാർക്കിന് വേണ്ടി ആ റാങ്ക് ഫയൽ കംപ്ലീറ്റ് നിങ്ങൾ പഠിക്കണ്ട. ആ രീതിയിൽ നിങ്ങൾ ഹിസ്റ്ററി പഠിക്കണ്ട. PYQ ബേസ് ചെയ്ത് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി അല്ലേ. ആ ഒരു രീതിയിലുള്ള പഠനം ഉണ്ടെങ്കിൽ മാത്രമേ ഇനി വരാൻ പോകുന്ന CPO ഡ്രൈവർ പോലുള്ള അല്ലെ, പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ പോലുള്ള എക്സാമുകൾ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം അതിന് നിങ്ങളെ സഹായിക്കാനായിട്ടാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഒരു ലോങ് ബാച്ച്. എന്തിനു വേണ്ടിയിട്ടുള്ള, ഈ പറയുന്ന പോലീസ് ഡ്രൈവറിന് വേണ്ടിയിട്ടുള്ള ഒരു ലോങ് ബാച്ച് അപ് ടു എക്സാം വരെയാണ്. എക്സാം വരെ നിങ്ങൾക്ക് ഈ ബാച്ച് ലഭിക്കും അല്ലെ. റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാവും, ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, അതേപോലെ തന്നെ വീക്കിലി എക്സാമുകൾ, മോഡൽ എക്സാമുകൾ, ഡെയിലി കറണ്ട് അഫയേഴ്സുകൾ, ഇതെല്ലാം. അതേപോലെ SCRT, മാറ്റം വന്ന SCRTയുടെ ക്ലാസ്സുകൾ, സ്പെഷ്യൽ ടോപ്പിക്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള ക്ലാസ്സുകൾ, ഇതെല്ലാം ഉൾപ്പെടുത്തിയ ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ തീർച്ചയായിട്ടും നമ്മുടെ എക്സാം നടക്കും. അപ്പോൾ ഈ 6 മാസം കൊണ്ട് കൃത്യമായിട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ നമ്മുടെ പോലീസ് ഡ്രൈവർ ബാച്ച് അല്ല. ഈ ബാച്ചിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും. ഓരോ ഡേയും പഠിക്കാനുള്ള ടോപ്പിക്കുകൾ ഉണ്ടാവും. ആ ടോപ്പിക്കുകൾ കൃത്യമായിട്ട് പഠിക്കുക എന്ന് മാത്രമാണ് നിങ്ങൾ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുമായിട്ട് എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ കണക്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.